അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ SSLC മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ ഇതേ വന്നിട്ടുണ്ട്. അപ്പോൾ 19-ാം തീയതിയാണ് എൻ്റെ കുട്ടികൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആൻഡ് കഴിഞ്ഞ ദിവസം ഇന്നലെ പോലും നമ്മൾ അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഈ ഒരു ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ 19-ാം തീയതി മൺഡേ ഓക്കെ നിങ്ങൾക്ക് 2 എക്സാംസ് ആണ് ഉണ്ടാകുന്നത്. രാവിലെയുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉച്ചയ്ക്കുണ്ട്. ഓക്കെ, രാവിലെ ഫസ്റ്റ് ലാംഗ്വേജ് ആണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം എന്താണ് സെക്കൻഡ് ലാംഗ്വേജ് ആണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഡേ 20th അതിൻ്റെ ഇടയിൽ നമുക്ക് ഗ്യാപ്പ് ഒന്നുമില്ല. 20th ട്യൂസ്ഡേ നമുക്ക് എഗെയിൻ 2 എക്സാംസ് ഉണ്ട്. നമുക്ക് രാവിലെ വരുന്നത് ഇംഗ്ലീഷാണ് ആൻഡ് ഉച്ചയ്ക്ക് ശേഷം വരുന്നത് ഹിന്ദിയാണ്. ആൻഡ് നെക്സ്റ്റ് ഡേയിലേക്ക് നമ്മൾ വരുമ്പം നെക്സ്റ്റ് ഡേ അതായത് നമ്മളുടെ വെനസ്ഡേ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ടൈം ടേബിളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 19th തുടങ്ങി 21st ഇതിൻ്റെ ഇടയിലൊന്നും എൻ്റെ കുട്ടിക്ക് പഠിക്കാനൊരു ഗ്യാപ്പ് ഇല്ല. അപ്പം ഈ നമ്മുടെ വെനസ്ഡേയും നമുക്ക് എഗെയിൻ 2 എക്സാംസ് ആണ്, ഫിസിക്സും കെമിസ്ട്രിയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സബ്ജക്ട്സ് ആണ് ഒരുമിച്ച് വരാൻ പോകുന്നത്. ആൻഡ് 22nd തേഴ്സ്ഡേ വീണ്ടും നമുക്ക് 2 സബ്ജക്ട്സ് തന്നെയാണ് എക്സാമിന്, നമ്മുടെ സോഷ്യൽ സയൻസും അതുപോലെ തന്നെ ബയോളജിയും. എപ്പോഴും നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ കൂടെ ബയോളജി ആണല്ലോ നമുക്ക് കോംബോ ആയിട്ട് കിട്ടുക. ആൻഡ് ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് നമുക്ക് മാത്സ് ആണ്. ആൻഡ് മാത്സ് നമ്മുടെ ലൈൻ എപ്പോഴും ഒറ്റയ്ക്ക് വരുന്നെന്ന് പറയുന്ന പോലെ മാത്സ് കിങ് എപ്പോഴും ഒറ്റയ്ക്ക് വരുന്നതായിരിക്കും. നമ്മുടെ അലിൻ സാർ ഉണ്ടാകും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ചു തരാൻ. ആൻഡ് അന്ന് നിങ്ങൾക്ക് മാത്സ് മാത്രമേ എക്സാം ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ ഒറ്റൊരു വീക്ക് കൊണ്ട് നിങ്ങളുടെ കംപ്ലീറ്റ് എക്സാം തീർക്കുന്ന രീതിയിലാണ് അല്ലേ. നമുക്ക് 19th തുടങ്ങി 19th ഉണ്ട്, 20th ഉണ്ട്, 21st, 22nd ആൻഡ് 23rd. ഈ ഒരൊറ്റ വീക്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് എക്സാം തീരുന്ന രീതിയിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ ഇടയിലൊക്കെ കുറേ ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ബയോളജിക്ക് ആണെങ്കിൽ 3 ദിവസമൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, നമ്മൾ റിലാക്സ് ചെയ്ത് പഠിച്ചു. പക്ഷേ നമ്മുടെ ഈ ഒരു മോഡൽ എക്സാമിന് നമുക്ക് അങ്ങനെ റിലാക്സ് ചെയ്യാനുള്ളൊരു ടൈം ഗ്യാപ്പ് ഇല്ല. അത് മാത്രമല്ല മോസ്റ്റ് ഓഫ് ദി എക്സാംസ് നമുക്ക് ഒരു ദിവസം 2 എക്സാംസും ഇതുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ കണ്ട് എൻ്റെ മക്കൾ ആരും ടെൻഷൻ അടിക്കേണ്ട. കാരണം ഈ ടൈം ടേബിൾ വരുന്നതിന് മുൻപ് തന്നെ ഈ ഒരു മോഡൽ എക്സാം അടിപൊളിയായിട്ട് പഠിക്കാനുള്ള സ്റ്റഡി പ്ലാൻ നമ്മുടെ എക്സാമിനർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡേ ആയിട്ടുള്ള ഇന്ന് നമ്മുടെ സ്വന്തം അലൻ സാറിൻ്റെ ക്ലാസ്സാണ്. 7:30 എന്ന് പറയുന്ന ഒരു സമയത്ത് എൻ്റെ മക്കൾ എല്ലാവരും നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് അലൻ സാർ നല്ല അടിപൊളിയായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. പിന്നീട് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് റിവൈസ് പോലും ചെയ്യേണ്ടാത്ത രീതിയിൽ നമ്മുടെ അലൻ സാർ നിങ്ങളുടെ ഓരോരുത്തരുടെയും മൈൻഡിൽ അത് കയറ്റി തരുന്നതായിരിക്കും. ആൻഡ് നാളെ ബയോളജി ആയിട്ട് മിസ് വരുന്നുണ്ടാവും ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ്. അങ്ങനെ നമ്മുടെ മോഡൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള 20 days നമ്മൾ കംപ്ലീറ്റ് SSLC ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള ഒരു പ്ലാനാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അതേപോലെ തന്നെ നമ്മൾ ചെയ്യും. അപ്പോൾ എക്സാം ഇല്ലാണ്ട് മക്കൾ ഒന്നും പേടിക്കേണ്ട. മോഡൽ എക്സാമിന് എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തകർത്തെഴുതും. അപ്പോൾ 20 days ചാലഞ്ച് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈം ടേബിൾ ഒന്നും കണ്ട് നമ്മൾ പേടിക്കില്ല. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി ടൈം ടേബിൾ വരാത്തത് കാരണം ആരും പഠിക്കാതിരിക്കരുത്. ടൈം ടേബിളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങും. നമ്മുടെ മാത്സ് കിങ് ഇന്ന് വരുന്നുണ്ട് 4 ചാപ്റ്റേഴ്സായിട്ട്. അപ്പോൾ ലൈവ് മിസ് ചെയ്യരുത്. ഇന്ന് വൈകിട്ട് 7:30.